എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ ഹൊപ്പോനൊപ്പോനോ എന്ന് പറയുന്ന ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ പ്രോസസ്സിനെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ അതൊരു 21 അല്ലെങ്കിൽ 35, 48 അല്ലെങ്കിൽ 108 അല്ലെങ്കിൽ അങ്ങനെ കണക്കൊന്നുമില്ലാതെ എല്ലാവരും ഇത് ചാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മോസ്റ്റ് മെജോറിറ്റി ആളുകളും ഇത് ചാൻഡ് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. എന്നാൽ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചാൻഡ് ചെയ്യുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും നമ്മൾക്ക് സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മാറ്റമൊന്നും എനിക്ക് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ചിന്താഗതിയിൽ ചെറിയ തെറ്റുകളുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന ആ ഒരു തെറ്റുകളൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്ത് തരികയാണ്. അപ്പോൾ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ആ ഒരു ചിന്താതലത്തിന് ഒരല്പം മാറ്റം വരുത്തിയാൽ, നമ്മുടെ മൈൻഡ് സെറ്റിനെ കുറച്ചൊന്ന് മാറ്റം വരുത്തിയാൽ വളരെയധികം മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതും അതിലൂടെ നമ്മൾക്ക് തന്നെ ഒരുപാട് മാറ്റം ഉണ്ടാകാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയ്ക്ക് നന്ദി പറയുകയാണ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും പ്രോത്സാഹനത്തിനും നല്ല സജഷനും നല്ല സ്നേഹവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ ഹൊപ്പോനൊപ്പോനോ എന്ന് പറയുന്നത് ഒരു ഹവായിയൻ പ്രെയറാണ്. അപ്പോൾ അത് നമ്മൾക്കറിയാം. അതായത് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയുന്ന ഈ 4 വാചകം. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ ഒരു ക്ലീനിങ് അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ആണ് നമ്മളുടെ ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയും, നമ്മൾ ഹീലിംഗ് ഒക്കെ ചെയ്ത് ആ ഒരു ഇന്നർ വർക്കൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ പഴയ ഓൾഡ് പാറ്റേൺ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പഴയ നമ്മൾക്ക് വേണ്ടാത്ത ഗാർബേജ് ബാഗേജ് എല്ലാം പുറത്തു പോയിട്ട് പുതിയത് നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഹൊപ്പോനൊപ്പോനോ പ്രാക്ടീസ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടല്ല. ഒരു ക്ലീനിങ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ തന്നെ ഒരു ഹയസ്റ്റ് ഗുഡിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടും ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി ജീവിതത്തിനെയും നമ്മളെയും കണ്ടുകൊണ്ട് നമ്മൾക്ക് ജീവിക്കാനും ഒക്കെയുള്ളൊരു ക്ലീനിങ് ആക്ടിവിറ്റിയാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു എഫേർട്ടുമില്ലാതെ ഈ ഒരു കാര്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, നമ്മളെ നമ്മൾ തന്നെ അറിയാതെ അംഗീകരിക്കും, നമ്മളെ ഒരുപാട് സ്നേഹിക്കും. അതിന് ആ ഒരു 4 വാചകം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ അതിലേക്ക് നമ്മൾ എന്താണ് പറയുന്നതെന്ന് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുകയും അതിൽ ആ ഇമോഷൻസിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയും അങ്ങനെ നമ്മളെ തന്നെ ഒരുപാട് സ്നേഹിക്കുകയും സെൽഫ് ലവ് എന്ന് പറയുന്ന ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുകയും അങ്ങനെ നമ്മളെ തന്നെ ഒരുപാട് സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ എത്ര മോശമാണ് അല്ലെങ്കിൽ എത്ര ചൂഷണം ചെയ്യാനും ഒറ്റപ്പെടുത്താനും ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ നമ്മൾ വളരെയധികം ബൂസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് ഉയർത്തി നിർത്താനായിട്ടുള്ളൊരു ശ്രമമാണ് അവിടെ നടക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ തെറ്റായ രീതിയിലാണ് നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് ചിലപ്പോൾ വളരെ വൈകി കിട്ടും, ചിലപ്പോൾ അത് കിട്ടാതെ നമുക്കൊന്നും ഫീൽ ചെയ്യാതെ ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തെ തെറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു ഫീലിംഗ് കൊടുത്ത് ഈ ഒരു കാര്യം പറയാതിരിക്കുക. നമ്മൾ ജസ്റ്റ് രാവിലെ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു മെക്കാനിക്കലി നമ്മളിത് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഈ 4 വാചകം ചുമ്മാതെ പറയുക. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ തോന്നുന്ന സമയത്ത് നമ്മളൊരു ക്രേസി അല്ലെങ്കിൽ ഒരു പറയുമ്പോൾ എന്തോ ഒരു രസം എന്നൊക്കെ തോന്നുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു കാര്യം വളരെ മെക്കാനിക്കലായിട്ട് പറയുക. ഒന്നും നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുമ്പോൾ അവിടെ അതൊരു വലിയ മിസ്റ്റേക്കാണ്. നമ്മൾ പാറയുടെ മുകളിൽ കൂടെ ഒക്കെ വെള്ളം തട്ടി ഒഴുകി അങ്ങ് പോകുന്നത് പോലെ ഒന്നും നമ്മളുടെ ഉള്ളിലേക്ക് നമ്മളതൊന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പറയാൻ ശ്രമിക്കുന്നില്ല. ഉൾക്കൊണ്ടുകൊണ്ട് പറയാൻ ശ്രമിക്കാതിരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ക്ലീനിങ് ആക്ടിവിറ്റി നല്ല രീതിയിൽ നടക്കുന്നില്ല. അങ്ങനെ നടക്കാത്തതുകൊണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ നമ്മളിൽ തന്നെ എന്തെങ്കിലും മാറ്റം ഉള്ളതായിട്ട് നമുക്ക് കാണാനും ഫീൽ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥയാണ് ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ 4 വാചകം പറയുമ്പോൾ അത് നമ്മളുടെ ഉള്ളിൽ തട്ടിക്കൊണ്ട്
നമ്മളതൊന്ന് ഫീൽ ചെയ്തുകൊണ്ട് ആ ഇമോഷൻസിനെ ആ ഒരു രീതിയിൽ വരുത്തിക്കൊണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുക. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം എന്നുള്ള രീതിയിൽ നമ്മളുടെ സമയം അല്ലെങ്കിൽ നമ്മളുടെ പണം അല്ലെങ്കിൽ നമ്മുടെ ധനം അല്ലെങ്കിൽ നമ്മുടെ എനർജി ഒക്കെ ആ ഒരു രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ ഇത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്തെല്ലാം ആ ഒരു ഇമോഷൻസിനെ ഫീൽ ചെയ്ത് നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കുന്നു എന്നുള്ള ആ ഒരു ഫീലിങ്ങിൽ നമ്മൾ ഇത് പറയാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ചാൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഔട്ട്കമ്മിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പം നമുക്ക് വളരെയധികം ദേഷ്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് മറ്റു പലരോടും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പല ആക്ഷൻസും അല്ലെങ്കിൽ പല ഓപ്പർച്യൂണിറ്റീസും നമ്മളുടെ മുന്നിൽ വരുമ്പോൾ നമ്മളുടെ ആ ഒരു ദേഷ്യത്തിനെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾക്ക് ആ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ഈ ഹൊപ്പോനോപ്പോനോ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ നമ്മളുടെ ആ ഒരു ഔട്ട്കമ്മിൽ നമ്മൾ വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് അത്രത്തോളം ഒന്നും കിട്ടില്ല. കാരണം നമ്മൾ ആ ഒരു പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുകയാണ്. അതായത് എനിക്ക് ദേഷ്യമുണ്ട്, പക്ഷേ ആ ദേഷ്യത്തിനെ നമുക്ക് പുറത്ത് വരാൻ പാടില്ല, ആരും കാണാൻ പാടില്ല, ഞാൻ വളരെ സോഫ്റ്റ് ആണെന്ന് കാണിക്കണം എന്നുള്ള രീതിയിൽ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒരിക്കലും അതവിടെ വർക്കൗട്ട് ചെയ്യില്ല. കാരണം നമ്മളുടെ ഉള്ളിലൊരു പോരായ്മയാണ് ഈ ഒരു ദേഷ്യം പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആവുന്ന ഒരു രീതിയെങ്കിൽ അത് പതുക്കെ അത് നമ്മൾ തന്നെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന ഈ ഒരു കാര്യത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് അത് പിന്നെ ആ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒന്ന് അവെയർനെസ് കിട്ടിക്കൊണ്ട് നമ്മൾ അതിനെ മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇതിനെയൊന്നും കൺട്രോൾ ചെയ്യാൻ പാടില്ല, അതിങ്ങനെ തന്നെ ആവണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഹൊപ്പോനോപ്പോനോ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്നിനെയും കൺട്രോൾ ചെയ്യാതെ അതിനെ ആ ഒരു ഇമോഷൻസിൽ നിന്നുകൊണ്ട് വളരെ ഫീൽ ചെയ്തുകൊണ്ട് ഈ ഒരു കാര്യം അത് മാറണം, ക്ലീൻ ചെയ്യണമെങ്കിൽ ആദ്യം അത് പോപ്പ് ചെയ്ത് മുകളിലേക്ക് വരണം. മുകളിലേക്ക് വന്നതിന് ശേഷം പിന്നെ അതിനകത്തുള്ള ആ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് ഞാൻ അവെയർ ആയിക്കൊണ്ട് അതിൽ നിന്ന് ഒരു മാറ്റം വരുന്ന രീതിയിൽ വേണം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു ഹൊപ്പോനോപ്പോനോ ആ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഡൗട്ട് ചെയ്യുക. എന്തിത് സംഭവിക്കും, എത്ര സമയമെടുക്കും ഇത് എന്നിൽ നിന്ന് മാറിപ്പോവാൻ, അല്ലെങ്കിൽ എനിക്കത് സംഭവിക്കാൻ, അല്ലെങ്കിൽ എന്നിലത് ആ ഒരു ജീവിതത്തിൽ അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ആ ഒരു കൺസിസ്റ്റൻ്റായിട്ട് നമുക്ക് ഭക്തി എന്ന് പറയുന്നത് ഈശ്വരനോടുള്ള നിഷ്കാമമായ ഭക്തി എന്ന് പറഞ്ഞാൽ എന്നാണ് ആ ഒരു രീതിയിലേക്ക് എനിക്ക് നിലനിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നതിന് ഉത്തരവില്ലാത്തതുപോലെ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഡൗട്ട് ചെയ്തിട്ട് എത്ര നാൾ ഞാനിത് ചാൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര നാൾ ഇത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്, കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ എന്നിലത് സംഭവിക്കുമോ എന്നുള്ള രീതിയിൽ ഒരു ഡൗട്ടിങ്ങിൽ നിന്നുകൊണ്ട് നമ്മളിത് ചാൻറ്റ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും പാടില്ല. അതൊരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഇമോഷൻസിനെ ഫീൽ ചെയ്തുകൊണ്ട് എപ്പോഴും നമ്മളിത് പറയുമ്പോൾ നമുക്ക് നമ്മളോടുള്ള ആ ഒരു സ്നേഹത്തിനെ നമ്മൾ ഫീൽ ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിനനുസരിച്ച് നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവുന്നതിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു രീതിയിൽ മാറിക്കൊണ്ട് അതിനെയെല്ലാം സ്വീകരിച്ച് ആ ഒരു രീതിയിൽ നിന്ന് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നാലാമത്തത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കൺസിസ്റ്റൻസി കൊടുക്കാതിരിക്കുന്നൊരവസ്ഥ. അപ്പോൾ മൂന്നാമത്തെ ഒരു തെറ്റ് ഡൗട്ടിങ് പ്രോസസ്സിൽ നിന്ന് വരുന്നതാണ് നാലാമത്തെ മിസ്റ്റേക്ക്. അതായത് കുറച്ച് ദിവസം ഇത് ചാൻറ്റ് ചെയ്യുക, എനിക്ക് പ്രത്യക്ഷത്തിൽ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല, എനിക്കൊന്നും തോന്നിയില്ല, എനിക്ക് മാറ്റമൊന്നും ഉണ്ടാകുന്നതായിട്ട് തോന്നുന്നില്ല, ഇതൊക്കെ വെറുതെ സമയം കളയാനുള്ളൊരു കാര്യമാണെന്ന് കരുതി നമ്മളത് നിർത്തി ഒരു 4 ദിവസം കഴിയുമ്പോൾ അത് എന്തേ നിർത്തിയത്, അത് തുടരാമല്ലോ, നിർത്തിയത് കൊണ്ടാണോ, പിന്നെ അതിൻ്റെ മുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ട് എനിക്കൊന്നും നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല, ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയൊക്കെ വരുന്നു എന്നുള്ള രീതിയിൽ ആ 4 ദിവസത്തെ 5 ദിവസത്തെ ബ്രേക്ക് കഴിഞ്ഞ് പിന്നെയും നമ്മളിത് ചാൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം പറഞ്ഞ മെക്കാനിക്കലായിട്ടുള്ള ആ ഒരു ചാൻറ്റിങ്ങിലേക്ക് വരുന്നതുകൊണ്ട് ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കാതെ വരുന്നതാണ് ഇതിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ്.
അപ്പോൾ നമ്മൾ ഇത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ള രീതിയിൽ യൂണിവേഴ്സൽ ഫോഴ്സിനോട് അത്രയും ട്രസ്റ്റ്ഫുള്ളായിട്ട് ഒരു കൺസിസ്റ്റൻസിയിൽ എന്നും ഈ കാര്യം നമ്മൾ പറയുക. അതൊന്ന് ഫീലിംഗ് കൊടുത്ത് നല്ല ഇമോഷൻസിൽ നമ്മളോടുള്ള സ്നേഹമാണ് എന്നുള്ള രീതിയിൽ നമ്മളിത് പറയാൻ ശ്രമിക്കുക. ഇനിയുള്ളൊരു തെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഒരു റെസിസ്റ്റൻസ് മോഡിൽ നിന്നുകൊണ്ട് ഈ കാര്യം ചെയ്യുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, ഷോർട്ട് ടെമ്പേർഡാണ്. അപ്പം ഞാൻ ആരോടെങ്കിലും സംസാരിക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഉള്ളിൽ ഈ 4 വാചകം ഞാൻ പ്രെയറായിട്ട് പറഞ്ഞിട്ട് എൻ്റെ ദേഷ്യം പുറത്തു വരില്ല, ഞാൻ നല്ല രീതിയിൽ ഇവരോട് പെരുമാറും, എൻ്റെ ആ ഒരു ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ള നേച്ചർ ഇവർ കാണത്തില്ല, അത് സാധിക്കില്ല, അങ്ങനെ സംഭവിക്കില്ല, ഞാൻ വളരെ സോഫ്റ്റായിട്ട് നിൽക്കും എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ അതിങ്ങനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷോർട്ട് ടെമ്പേർഡ് മാറിക്കൊണ്ട് നോർമലി ഒരു കല്ലിൻ്റെ പുറത്തൂടെ വെള്ളം ഒഴുകി പോകുന്നത് പോലെ നോർമലി ഒരു സോഫ്റ്റ് സൈഡിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരോട് പെരുമാറാനുള്ള ആ ഒരു ബിഹേവിയർ പാറ്റേണിസത്തിലേക്ക് വരാനുള്ള ആ ഒരു കാര്യം നമ്മൾ തന്നെ റെസിസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ വളരെ നിർബന്ധിച്ച് ആ ഒരു എൻ്റെ ഒരു ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയുന്ന ആ ഒരു ബിഹേവിയറിനെ ഇങ്ങനെ പിടിച്ച് കെട്ടി ആ ഒരു കടിഞ്ഞാണിട്ട് മുറുക്കി വെച്ചിരിക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ലൂസാക്കുമ്പോൾ അത് ആ ഒരു രീതിയിൽ സംഭവിക്കും എന്നുള്ള ആ ഒരു ആക്ട് ഓഫ് റെസിസ്റ്റൻസിനെ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചാൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹൊപ്പോനോപോനോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ആ റെസിസ്റ്റൻസിനെയാണ് അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കടുത്ത ഓപ്പർച്യൂണിറ്റി നമ്മളുടെ മുന്നിൽ വരികയും വളരെയധികം റെസിസ്റ്റ് ചെയ്തതിൻ്റെ സോഫ്റ്റ് സൈഡ് കാണിക്കാമെന്ന് പറയുമ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും സോഫ്റ്റ് സൈഡല്ല, വളരെ വൾഗറായിട്ടുള്ള നിങ്ങളുടെ ബിഹേവിയർ പാറ്റേണിനെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം അവിടെ യൂണിവേഴ്സൽ ഫോഴ്സ് ഒരുക്കി തരും. അപ്പോൾ നമ്മൾ ഈ ഒരു ഹൊപ്പോനോപോനോ പ്രാക്ടീസ് ചെയ്യുന്നതിലുള്ള ഡൗട്ട് കൊണ്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടും എനിക്കൊരു മാറ്റവും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മളുടെ ആ ഒരു ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയുന്ന ആങ്കറിൻ്റെ ഏറ്റവും മൂർധന്യാവുന്ന ആ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതാണ് ആക്ട് ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ അങ്ങനെ മുറുകി പിടിച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തിനെ ചാൻറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അതാണ് ഇതിലുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇനിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൊപ്പോനോപോനോ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അവരവർക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുക. കാരണം ഈ ലോകത്ത് എല്ലാം മാറ്റങ്ങളാണെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നത് എന്നിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് മറ്റുള്ളവരോട് ദേഷിക്കാതിരിക്കണമെങ്കിൽ അതൊരു മാറ്റം എന്നിൽ വരുത്താം. മറ്റുള്ളവരെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ എനിക്കും നിൽക്കാം. എന്നെപ്പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും മറ്റൊരാൾ ചെയ്യണം എന്നെനിക്കൊരിക്കലും നിർബന്ധിക്കാൻ പാടില്ല. എന്ന് പറയുന്നത് പോലെ മറ്റൊരാളിൽ ഒരു ചേഞ്ച് വരണം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പാടില്ല. നമ്മൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ഈ കാര്യം ചെയ്യാവൂ. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിലും മറ്റ് നിൽക്കുന്ന ഒരാൾ എന്നെ സ്നേഹിക്കണം, അത് ആ ഒരു രീതിയിൽ എന്നെ മാത്രം ആ ഒരു രീതിയിൽ അംഗീകരിക്കണം, വേറെ ആരിലേക്കും അവരുടെ ആ ഒരു സ്നേഹം പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഹൊപ്പോനോപോനോ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ നമ്മളുടെ ഉള്ളിൽ ഫസ്റ്റ് പൊസിഷനായിട്ട് കൊടുക്കുന്നത് നമ്മൾക്കല്ല, ആ വ്യക്തിക്കാണ്. അപ്പോൾ ആ വ്യക്തിക്ക് മാറ്റം വരണം എന്ന് പറഞ്ഞ് നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ നമ്മളെ സെക്കൻഡ് പേഴ്സണായിട്ട് അവിടെ വിലയിരുത്തുമ്പോൾ നമ്മൾക്ക് നെഗറ്റിവിറ്റി എല്ലാം വരികയും ആ ഒരു രീതിയിലേക്ക് വരുന്നത് കൊണ്ട് ഹൊപ്പോനോപോനോ എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത് അവരവർക്ക് വേണ്ടിയിട്ട് മാത്രം ആ ഒരു ഇമോഷൻസ് ആ ഒരു രീതിയിൽ ഫീൽ ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രോസസ്സ് എന്തിനു വേണ്ടിയിട്ട് ചെയ്താലും ഒരു ഇൻഡിവിജ്വാലിറ്റി എന്നുള്ള രീതിയിൽ എന്നിലുള്ള മാറ്റം, ആ മാറ്റം മറ്റുള്ളവരിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ അത് വളരെയധികം പീസ്ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ എനിക്ക് വേണ്ടിയിട്ടാണ് തരുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ഹൊപ്പോനോപോനോ ആ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വെച്ചിരിക്കുന്ന ചില തെറ്റുകൾ കൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ ചിലപ്പം ടൈം ഫ്രെയിം ഇല്ലാതെ എല്ലാ സമയത്തും നമ്മൾ ചാൻറ്റ് ചെയ്താലും നമുക്ക് പ്രത്യക്ഷത്തിൽ നമ്മളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ബിഹേവിയർ പാറ്റേണിസത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല എന്നൊക്കെ തോന്നുന്ന കാര്യം. ഇനി വളരെ എഫക്റ്റീവായിട്ട് ഹൊപ്പോനോപോനോ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ജേർണൽ പോലെ എഴുതുക. രാവിലെ എഴുന്നേറ്റ് നമ്മളുടെ ആ ഒരു പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ട് എഫക്റ്റീവായിട്ട് ഈ ഒരു ഹൊപ്പോനോപോനോ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ബുക്ക് എടുത്ത് അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പർ എടുത്ത് അതിൽ നമ്മൾ
പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ, പേന കൊണ്ട് തന്നെയാണ് നല്ലത് എഴുതുക. അപ്പോൾ എഴുതുമ്പോൾ അവിടെ നമ്മളുടെ ഒരു 3 ബിഹേവിയറൽ പാറ്റേൺസ് അത് എഴുതുക. അതുകൊണ്ടുള്ള ആക്ഷൻസ് എഴുതുക. ഇപ്പം ഞാൻ വളരെ ഷോർട്ട് ടെമ്പേർഡാണ്. ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ബിഹേവിയറിൻ്റെ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഷോർട്ട് ടെമ്പേർഡ് ആയതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരിക. എൻ്റെ ആക്ഷൻസ് എന്ന് പറയുന്നത് ആങ്കർ ബേസ്ഡ് ആയിട്ടുള്ള വളരെ ഷാർപ്പായിട്ടുള്ള ആക്ഷനാണ്. അല്ലെങ്കിൽ എനിക്ക് ഒരു പേഷ്യൻസ് ഇല്ലാത്തൊരവസ്ഥ, ക്ഷമയെന്ന് പറയുന്ന ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് അന്നേരം ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയാത്ത എൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. അപ്പോൾ ഇത് രണ്ടും എഴുതുക. 1, 2 അല്ലെങ്കിൽ 3 നിങ്ങളുടെ കാര്യങ്ങൾ എഴുതുക. അതിന് പിന്നെ എന്താണ് മാറ്റം വരേണ്ടത് എന്ന് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എഴുതുക. അപ്പം നമ്മൾ ബിഹേവിയറൽ പാറ്റേൺസ് നമ്മൾ എഴുതി, അതിൽ നിന്ന് വരുന്ന ആക്ഷൻ എന്താണെന്ന് എഴുതി, ഇനി അത് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് എങ്ങനെയാണ് വരേണ്ടതെന്ന് എഴുതുക. ഷോർട്ട് ടെമ്പേർഡ് ആവണ്ട, എനിക്ക് ദേഷ്യം പെട്ടെന്ന് വരണ്ട, എത്ര സിറ്റുവേഷൻ വന്നാലും എനിക്ക് വളരെ സോഫ്റ്റായിട്ട് ആ ഒരു പീസ്ഫുൾ നേച്ചറിൽ നിൽക്കണം. അല്ലെങ്കിൽ എനിക്ക് ക്ഷമയില്ല, പക്ഷേ എനിക്ക് ക്ഷമയുണ്ടാവണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ യൂണിവേഴ്സൽ ഫോഴ്സിനോട് അത്രയും സറണ്ടറിങ് മോഡിൽ നിന്നുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം എഴുതുക. എഴുതിയതിന് ശേഷം നമ്മൾ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഇത് എഴുതിയിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഓരോ ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോൾ, നമുക്ക് ദേഷ്യം വരുന്ന പല ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മുന്നിൽ വരുമ്പോൾ അവിടെയെല്ലാം നമ്മളൊന്ന് അവെയർ ആവും. നമ്മളുടെ കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് ഷോർട്ട് ടെമ്പേർഡാണ്, പക്ഷേ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ അതൊന്ന് അവെയർ ആവും. അതായത് സിറ്റുവേഷൻ നമ്മളുടെ മുന്നിൽ വന്നത് ഭയങ്കരമായിട്ട് ദേഷ്യം വരുത്തുന്ന രീതിയിലേക്ക് ഒരെണ്ണം വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അതൊന്ന് അവെയർ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പതുക്കെ ഈ ഒരു ഒപ്പോനൊപ്പോനോ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതിനെ ആ ഒരു ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു ബിഹേവിയറൽ പാറ്റേൺസിനെ പതുക്കെ അതങ്ങ് മെൽറ്റ് ചെയ്ത് ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്നൊരു പോസിറ്റിവിറ്റി വന്നതിന് ശേഷം ആ ഒരു ക്ലിയറിംഗ് വർക്ക്, അല്ലെങ്കിൽ ഒരു ഡേറ്റ എന്ന് പറയുന്ന ഇരിക്കുന്ന ആ ഒരു സംഭവം, ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയുന്ന ഒരു ഡേറ്റ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇരിക്കുന്നതിൽ നമ്മൾ വളരെ അവെയർ ആയിക്കൊണ്ട് അത് വളരെ നമ്മൾ മെൽറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു നെഗറ്റിവിറ്റി സിറ്റുവേഷനെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് നമ്മൾ വളരെ സോഫ്റ്റ് ആവാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ ഒരു മന്ത്രം അല്ലെങ്കിൽ ഈ ഹോപ്പോനോപ്പോനോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഒരു 4 വാചകങ്ങൾ നമ്മൾ ചാൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വളരെ ലളിതമായിട്ടുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വളരെയധികം ഇമോഷൻസ് കൊടുത്ത് ഫീൽ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണിത് പറയുന്നത് എന്നുള്ള രീതിയിൽ നമ്മളിത് ചാൻറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങളോട് തന്നെ അമിതമായിട്ടുള്ള സ്നേഹം, ആ ഒരു വാലിഡേഷൻ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കൊടുക്കുക. ആ ഒരു രീതിയിലേക്കൊക്കെ നമ്മളെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ലോ വൈബ്രേഷനിൽ നിന്ന് ഹൈ വൈബ്രേഷനിലേക്ക്, വളരെ ഹൈ വൈബ്രേഷനിലേക്ക് എത്തിയില്ലെങ്കിലും നമ്മളുടെ ആ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആക്ഷൻ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബിഹേവിയർ പാറ്റേണിസം, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട് ഒക്കെ ഒന്ന് മാറിക്കൊണ്ട് പുതിയൊരു വ്യക്തിയായി മാറാൻ വേണ്ടിയിട്ട് ഈ മിസ്റ്റേക്കൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചാൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.